ഹായ് ഹലോ കുഞ്ഞുകുട്ടിയുടെ തേനും വയമ്പൻ ചാനലിലെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കുറേ നാളായി ഞാനൊരു വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു. എല്ലാത്തിനും കൂടെ സമയം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ കുറേ ദിവസമായി എടുക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഒന്നിനും സമയം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാനേ പറ്റുന്നില്ല. പിന്നെ വീഡിയോ ഇട്ടാലും വലിയ റീച്ചൊന്നും ആവുന്നില്ലാത്തതുകൊണ്ട് അതിനെക്കൊണ്ട് വലിയ ബോധമൊന്നുമില്ല. എങ്കിലും ഇടയ്ക്കെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഇട്ട് പോകണമെന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റിയൊന്നും കൂടുതലൊന്നും അറിയത്തില്ല. എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക് യു. ഞാനിങ്ങനെ ചാനലിലേക്കൊന്നും ഇറങ്ങിയപ്പം എല്ലാവരും ഇങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്യുമെന്നോ അങ്ങനെ ഒക്കെ ഇങ്ങനെ കുട്ടി എത്രത്തോളം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നോ സ്നേഹിക്കുമെന്നോ ഒന്നും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ള സ്നേഹവും കാര്യമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. സത്യം പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇടയ്ക്കൊന്ന് വിളിച്ച് ചോദിക്കുവോ, ആരെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലും ഉള്ള നമുക്ക് എങ്ങനെ ഉണ്ടെന്നോ എന്തുണ്ടെന്നോ ഒന്നും അല്ലല്ലോ. നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട്, അല്ലെ നമ്മളെ അന്വേഷിക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നുമ്പം തന്നെ വല്ലാത്തൊരു സന്തോഷമാണല്ലോ. കണ്ടില്ലെങ്കിലൊന്ന് അന്വേഷിക്കുമോ അല്ലെ എന്താണ് എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെ വല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് തന്നെ സത്യം പറഞ്ഞാൽ ബന്ധുക്കളിൽ തന്നെയാണെങ്കിലും ഇന്നേ വരെ എന്താ പറ്റിയെന്ന് പോലും അന്വേഷിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും. നമ്മളിപ്പോൾ മറ്റുള്ളവരെ അങ്ങനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ. എൻ്റെ ബിഹേവിയർ കൊണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. പെട്ടെന്ന് പ്രതികരിക്കും ഞാൻ. ആരെങ്കിലും എൻ്റെ മനസ്സിൽ എന്ത് വികാരമാണോ തോന്നുന്നത് ഞാൻ അതുപോലെ പ്രതികരിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലും ഒക്കെ ചിലപ്പോൾ ഞാൻ അതുപോലെ തന്നെ പ്രതികരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ മറ്റുള്ളവരെ ചൂണ്ടി മറ്റുള്ളവരുടെ ദോഷങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇപ്പം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേന് വേറെ ഒന്നും നമ്മൾ മറ്റുള്ളവരെ പറ്റി ഒന്നും ചിന്തിക്കാൻ തുടങ്ങുന്നില്ല കേട്ടോ. ഇപ്പം ഒന്നുമില്ല. ഇപ്പം നമുക്ക് നമ്മുടെ കാര്യം, എൻ്റെ കാര്യം തന്നെ ഞാനിപ്പം ചിന്തിക്കുന്ന അങ്ങനെയാണ്. എനിക്ക് ദൈവം എന്ത് പറഞ്ഞാലും എനിക്ക് താങ്ങാൻ പറ്റാത്തത്ര വിഷമങ്ങളും ടെൻഷനും തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ അടുത്തടുത്ത് പോയിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടും അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടും ഒന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യത്തിലധികം നമുക്ക് എടുപ്പ് തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ ഇപ്പം ഞാൻ അധികം ഒന്നിനും ആരുടെയും കാര്യത്തിൽ ഇടപെടാനും പോകത്തില്ല. ഇങ്ങോട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാലും അത് കേട്ട് അന്നേരം മറക്കുമെന്നല്ലാണ്ട് ഞാൻ അങ്ങനൊന്നും ആരുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോകാറില്ല കേട്ടോ. അത്രത്തോളം അറ്റാച്ച്മെൻറ്റുള്ള കുറച്ച് ഫ്രണ്ട്സ് മാത്രമുണ്ട് കേട്ടോ. ഒന്നും വിളിച്ച് അന്വേഷിക്കുകയും വിളിക്കുകയും ചെയ്യുന്നവരും ഉണ്ട്. അത് തന്നെ നമ്മുടെ വലിയ ജീവിതത്തിൽ വലിയൊരു സമ്പാദ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൈൻഡിൽ എടുക്കുന്നവരുണ്ട്. അപ്പം പിന്നെ നമുക്കതൊക്കെ ആണല്ലോ ഏറ്റവും വലിയ ഇത്. നമ്മുടെ ഒരു ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സമ്പാദ്യം അത് തന്നെയാണ്. ഇപ്പം എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഫ്രണ്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മതിയല്ലോ. ഏത് വികാരവും നമുക്ക് പ്രകടിപ്പിക്കും. ദേഷ്യം വന്നാൽ ദേഷ്യം പറയാൻ പറ്റും, ദേഷ്യത്തിൽ പറയാൻ പറ്റും, സങ്കടം വന്നാൽ സങ്കടത്തിൽ പറയാൻ പറ്റും, സന്തോഷം വന്നാൽ സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള ഫ്രണ്ട്സ് നമുക്കുണ്ടെങ്കിൽ അവരാണല്ലോ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുകയുള്ളൂ. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ വിജയവും. ദൈവം സഹായിച്ച എനിക്ക് അതുണ്ട്. അതുകൊണ്ട് തന്നെ അത് തന്നെ വലിയ കാര്യമാണല്ലോ. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടാലും സാരമില്ല, അവളുടെ ആ ഒരു എന്താ പറയുന്നത്, അത്രത്തോളം കുട്ടീനെ കൊണ്ട് അവൾ വിഷമിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവളിലുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിച്ച് എന്നോട് പെരുമാറുന്ന ഫ്രണ്ട്സ് ഉണ്ട് എനിക്കത് തന്നെ വലിയ കാര്യം. എന്നെ സംബന്ധിച്ച് നമുക്കതാണല്ലോ വലുത്. അങ്ങനെയുള്ളവരോട് മാത്രമേ ഞാനും എന്തെങ്കിലും ഇപ്പോൾ വിഷമങ്ങളും പറയാറുള്ളൂ. ഇല്ലാത്തവരോട് ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ജീവിതത്തിൽ പഠിച്ച പാഠം. എല്ലാ വിഷമങ്ങളും മറ്റുള്ളവരോട് നമ്മൾ പറയുമ്പോൾ ആണല്ലോ കൂടുതലും പേരും നമ്മുടെ കൂടത്തിൽ നിന്ന് നമ്മളോടൊന്ന് പറയുകയും മറ്റുള്ള തിരിഞ്ഞു നിന്ന് വേറൊന്ന് പറയുന്നവരും തന്നെയാണല്ലോ. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ എന്തിനാ നമ്മളെല്ലാവരോടും ഈ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സന്തോഷിക്കുക, അങ്ങനെ നമ്മൾ ജീവിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ. മറ്റുള്ളവരെ ആരെയാണെങ്കിലും നമ്മൾ ഉപദ്രവിക്കാതെയും ദ്രോഹിക്കാതെയും മറ്റുള്ളവരെ പറ്റി ഉണ്ടാക്കി പറയാതെയും ദുഷ്ടതകൾ ചിന്തിക്കാതെ ഇരിക്കുക. വേറൊന്നും നമ്മളെ കൊണ്ടില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങളുണ്ടല്ലോ,
ആവശ്യത്തിലധികം താങ്ങാൻ പറ്റാത്തത്ര എനിക്കുണ്ട്. പിന്നെ ഞാൻ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. അല്ലേ കിങ്ങിണിക്കുട്ടി? പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കിങ്ങിണിക്കുട്ടി. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്. അന്നേരം വെറുതെ ഞാനിങ്ങനെ മടി വെച്ചിരുന്ന് പറയുന്നത് കൊണ്ടായിരിക്കും അവൾക്ക് ദേഷ്യം വന്ന് സങ്കടവും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുന്നത്. അല്ലെ ചിരിക്കുകയൊക്കെ ചെയ്യും. അതെ പൊന്നാ, എന്നാ പറ്റി? എന്തിനാ സങ്കടം വരുന്നത്? സങ്കടം വരുന്നത് എന്തിനാ? അമ്മച്ചിയുടെ പൊന്നായത്? മൂത്തുമണിയായത്? സങ്കടം വരുന്നത് കൊണ്ടാട്ടോ അങ്ങനെ അധികം പ്രതികരിക്കാത്തില്ല. നന്നായി ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും കൂടെ നിന്ന് എല്ലാവരും നിങ്ങളുടെ കുട്ടിയെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ പറയണം കേട്ടോ. ഈ ചാനൽ തുടങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല, എങ്കിലും ഞാൻ സ്ക്രീൻ കാസ്റ്റ് ലൈവൊക്കെ ഇടുന്നത് കൊണ്ട് അത്യാവശ്യം വാച്ച് അവറൊക്കെ ആവുന്നുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ അയച്ചാലേ അത് എത്രത്തോളം സക്സസ് ആവുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും കിങ്ങിണിക്കുട്ടിയുടെ കൂടത്തിലുണ്ടാവണം, നമ്മുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു, ബൈ.